Hi, Assalamu alaikum. How are you? Okay, now we are going to discuss the third unit, Beyond the Horizon, second chapter, the trip of Le Horla. Our previous chapter, we just enjoyed the beauty of sunrise when we looking on the sunrise on the hills. In this poem, we understand the different view of the natural beauty. Now we are going to learn the trip of Le Horla, Guy D. Maupassant. Le Horla is a story. This story tells about the experience of author in a air balloon journey. The balloon name is Le Horla. In this story, the author describes about the beautiful scenery and say about the experience on an air balloon and the landing. It tells us how interesting the earth looks when viewed from a different angle from above the earth. Okay, let's start. On the morning of July 8th, I received the following telegram. Fine day, always my predictions. Belgian frontier, baggage and servants leave at noon at the social session. Beginning of maneuvers at 3. So I will wait for you at the works from 5 o'clock on. Jovis. ജൂലൈ 8 മോർണിംഗിൽ നറേറ്ററിന് ഒരു ടെലഗ്രാം കിട്ടുന്നു. ആ ടെലഗ്രാം ആരുടെയാണ്? അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ജോവിസിന്റെ ആയിരുന്നു ടെലഗ്രാം. ആ ടെലഗ്രാമിൽ എന്താ ഉണ്ടായിരുന്നത്? ഫൈൻഡ് ഓൾവേസ് മൈ പ്രഡിക്ഷൻസ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ബെൽജിയം ഫ്രോണ്ടിയറിൽ വെച്ചിട്ടാണ്. ബഗേജ് ആൻഡ് സെർവൻസ് ലീവ് അറ്റ് നൂൺ അറ്റ് ദ സോഷ്യൽ സെഷൻ. ബഗേജും സെർവൻസും എന്ത് ചെയ്യും? ആഫ്റ്റർനൂൺ ആകുമ്പോൾ അവിടെ എത്തും. നമ്മളെ പരിപാടികൾ, പ്രോഗ്രാംസ്, മാനവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ്, നമ്മളുടെ പ്രോഗ്രാംസ് തുടങ്ങുന്നത് 3 മണിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ 5 മണിക്ക് എന്ത് ചെയ്യണം? അവിടെ എത്തിച്ചേരണം. ഇത്രയേ ഉള്ളൂ ആ ടെലഗ്രാമിൽ ഉണ്ടായിരുന്നത്. എന്താണ് പരിപാടി, എന്താ പ്രോഗ്രാം ഒന്നും അതിലില്ലായിരുന്നു. പക്ഷെ അവരതെ അതിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ. At 5 o'clock sharp, I entered the gas works of La Villette. The balloon is lying on the courtyard and has the appearance of a cake made of yellow cloth, flat on the ground under a rope. 200 or 300 people are looking at it, sitting or standing, and some are examining the basket, a nice little square basket for a human cargo, bearing on its side in golden letters on a mahogany plate the words Le Horla. At 5 o'clock sharp, correct 5 o'clock ആയപ്പോൾ നമ്മുടെ നെറേറ്റർ എവിടെ എത്തി? ഗ്യാസ് വർക്ക് ഓഫ് ലാ വില്ലറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്തി. ദ ബലൂൺ ഈസ് ലൈങ് ഓൺ ദ കോർട്ട്യാർഡ്. അദ്ദേഹം പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്? ആ കോർട്ട്യാർഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആസ് ദ അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്സ്. അദ്ദേഹത്തിന് ആ ബലൂൺ കിടക്കുന്നത് കണ്ടപ്പോ എന്താ തോന്നിയത്? ഒരു യെല്ലോ ക്ലോത്തിൽ പൊതിഞ്ഞ ഒരു കേക്ക് പോലെയാണ് അത് കിടക്കുന്നത്. അപ്പിയറൻസ് ഓഫ് കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്സ്, ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട് അണ്ടർ എ റോപ്പ്. അതിന്റെ മുകളിൽ കുറെ കയറുകളുണ്ട്. കയറിന്റെ അടിയിൽ അതൊരു കേക്ക്, ഒരു യെല്ലോ ക്ലോത്തിൽ പൊതിഞ്ഞു വെച്ച ഒരു കേക്കിനെ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. 200 or 300 of people are looking at it, sitting or standing, and some are examining the basket. ഒരു 200-300 ആൾക്കാർ അതിന്റെ ചുറ്റും കൂടി ഇരുന്ന് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ അതിന്റെ അടുത്ത് നിന്ന് അതിന്റെ എന്തൊക്കെയാ ബാസ്ക്കറ്റ്, അതിന്റെ ഒരു ബാസ്ക്കറ്റിന്റെ ബലൂൺ, അതിനെന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ചില ആൾക്കാർ നിൽക്കുന്നുണ്ട്. And some are examining the basket, a nice little square basket for a human cargo. മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നൈസ്, നല്ല ഭംഗിയുള്ള ഒരു ബാസ്ക്കറ്റ് ആയിരുന്നു ആ ബലൂണിന്റെ താഴെ ഉണ്ടായിരുന്നത്. ബിയറിംഗ് ഓൺ ഇറ്റ് സൈഡിന് ഗോൾഡൻ ലെറ്റേഴ്സ് ആണ് മഹാഗണി പ്ലേറ്റ്. അതിന്റെ ഒരു സൈഡില് മഹാഗണി പ്ലേറ്റില് അതിന്റെ നെയിംസ് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ നെയിം? ലേ ഹൊർല. Got it? Next. Suddenly the people begin to stand back, for the gas is beginning to enter into the balloon through the long tube of yellow cloth which lies on the soil, swelling and undulating like an enormous moon. But another thought, another picture occurs to every mind. It is thus that nature itself nourishes, begins until their birth. The creature that will rise soon begins to move, and the attendants of Captain Jovis, as Le Horla grows larger, spread and put in place the net which covers it, so that the pressure will be regular and equally distributed at every point. Suddenly the people begin to stand back. പെട്ടെന്ന് അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ പുറകോട്ട് മാറാൻ തുടങ്ങി. എന്താ കാരണം?
ആ ബലൂൺ പതുക്കെ പതുക്കെ ഇങ്ങനെ വലുതാകാൻ തുടങ്ങി. അതിലേക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. ഈ ഗ്യാസ് ഫില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. For the gas is beginning to enter into the balloon through the long tube of yellow cloth. ആ യെല്ലോ ക്ലോത്ത്സിന്റെ ഉള്ളിലേക്ക് ആ ഗ്യാസ് അവർ ഫില്ല് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഈ ബലൂൺ പതുക്കെ പതുക്കെ വലുതാവാണ്. ആ വലുതാവുന്നതിന് ബ്രൈറ്റർ എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത്? ബലൂൺ ത്രൂ ദ ലോങ് ട്യൂബ് ഓഫ് യെല്ലോ ക്ലോത്ത് വിച്ച് ലൈസ് ഓൺ ദ സോയിൽ. അത് ആ മണ്ണിൽ ഇങ്ങനെ കിടക്കുകയാണ്. ബട്ട് ആ ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോൾ, അതായത് ബലൂണിലേക്ക് ഇറക്കുന്ന എയർ ഫില്ല് ചെയ്യാൻ തുടങ്ങിയതുകൂടി അത് മെല്ലെ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി. സ്വെല്ലിംഗ് ആൻഡ് അൺഡുലേറ്റിംഗ് ലൈക്ക് ആൻ ഇനോർമസ് വോം എന്ന് പറയുന്നത് ഒരു വലിയൊരു പുഴുവിനെ പോലെ അതിങ്ങനെ തിരമാലകളെ പോലെ അതിങ്ങനെ അനങ്ങാൻ തുടങ്ങി. ബട്ട് അനദർ തോട്ട്, അനദർ പിക്ചർ occurs to every mind. അദ്ദേഹത്തിന്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു പിക്ചറാ വന്നത്. ഒരു വലിയൊരു പുഴു ഇങ്ങനെ തിരമാല താവുന്ന പോലെ ഇങ്ങനെ അനങ്ങുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ചിലപ്പോൾ വേറെ ആൾക്കാരുടെ മൈൻഡിൽ വേറെ പിക്ചേഴ്സ് ആയിരിക്കാം ഉണ്ടാവുക ഇത് കാണുമ്പോൾ. It is thus that nature itself nourishes begins until their birth. The creature that will rise soon begins to move. പെട്ടെന്ന് തന്നെ ആ ക്രിയേച്ചർ, അതായത് ആ ബലൂൺ ഇങ്ങനെ വലുതായി പെട്ടെന്ന് അതിന്റെ ഒരു the creature that will rise soon begins to move. പെട്ടെന്ന് അത് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. And the attendants of Captain Jovis, as La Horla grows larger, spread and put in place the net which covers it. അതിനെ കവർ ചെയ്ത ഒരു നെറ്റ് ഉണ്ട്. ആ നെറ്റ് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി ജോവിസും അദ്ദേഹത്തിന്റെ അനുയായികളും. കാരണം അതിൽ നിറക്കുന്ന എയർ എന്ത് ചെയ്യണം, എല്ലാ സ്ഥലത്തേക്കും ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രെഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. So that the pressure will be regular and equally distributed at every point. എല്ലായിടത്തും അതിന്റെ ആ പ്രഷർ കറക്റ്റ് ആയിട്ട് എത്തണം എന്ന് വിചാരിച്ചിട്ട് അവർ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ബലൂണിൽ ഈ എയർ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഓക്കെ.
Okay, how is that video? You understand clearly? Okay, listen here. The crowd has begun to talk, and some men who appear to be specialists affirm with authority that we shall come down before reaching the fortifications. Several other things have been criticized in this novel type of balloon with which we are about to experiment with so much pleasure and success. Meanwhile, the balloon is growing slowly but surely. While Captain Tovis and his assistants are busy with the last details, the travelers go to dine in the canteen of the gasworks according to the established custom. But the crowd has begun to talk. അങ്ങനെ ഈ ബലൂണിൽ എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, അത് വലുതായി. നമ്മൾ കണ്ടല്ല വീഡിയോയിൽ എങ്ങനെയാണെന്ന്. അങ്ങനെ അത് വലുതായി റെഡി ആയിട്ടിരിക്കുക അവർ പോകാൻ വേണ്ടിയിട്ട്. And some men who appear to be specialists affirm with authority that we shall come down before reaching the fortifications. Fortifications means structures. കുറച്ച് ആൾക്കാർ ഈ പോകുന്ന ഈ പാസഞ്ചേഴ്സ് ഇതിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരോടൊക്കെ താഴെ വരാൻ പറഞ്ഞു. അങ്ങനെ ഹു അപ്പിയർ ടു ബി സ്പെഷ്യലിസ്റ്റ്, അതിന്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് തോന്നിക്കുന്ന ആൾക്കാർ ഇവരെ എല്ലാവരും വിളിച്ചു, ഈ യാത്രക്കാരെ വിളിച്ചു. Affirm with authority that we shall come down before reaching the fortifications. Several other things have been criticized in this novel type of balloon. എല്ലാവരും ഈ നോവൽ ടൈപ്പ് ഓഫ് ബലൂണിനെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വിത്ത് വിച്ച് വി ആർ അബൌട്ട് ടു എക്സ്പെരിമെന്റ് വിത്ത് സോ മച്ച് പ്ലഷർ ആൻഡ് സക്സസ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് തന്നെ ഒരു എക്സ്പെരിമെന്റ് ആണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എന്താവും എങ്ങനെയാവും എന്നല്ല, പക്ഷെ ഇത് വിജയിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻവൈൽ ദ ബലൂൺ ഈസ് ഗ്രോവിംഗ് സ്ലോലി ബട്ട് ഷുവർലി. നല്ല രീതിയിൽ ഇത് പോയി നല്ല രീതിയിൽ ഇത് അവസാനിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വൈൽ ക്യാപ്റ്റൻ ചോവിസ് ആൻഡ് ഹിസ് അസിസ്റ്റൻസ് ആർ ബിസി വിത്ത് ദ ലാസ്റ്റ് ഡീറ്റെയിൽസ്, ദ ട്രാവലേഴ്സ് ഗോ ടു ഡൈൻ ഇൻ ദ കാന്റീൻ ഓഫ് ദ ഗ്യാസ് വർക്ക്സ് അക്കോർഡിംഗ് ടു ദ എസ്റ്റാബ്ലിഷ്ഡ് കസ്റ്റംസ്. അങ്ങനെ ചോവിസും അദ്ദേഹത്തിന്റെ അനുയായികളും അതിന്റെ ലാസ്റ്റ് വർക്ക്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ട്രാവലേഴ്സ്, അതായത് ഇതിൽ പോകുന്ന യാത്രക്കാരെ പോയി ഭക്ഷണം കഴിച്ചിട്ട്, എപ്പോഴും ചെയ്യുന്ന പോലെ ഭക്ഷണം കഴിച്ചിട്ട് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. Okay, got it? Next. When we come out again, the balloon is showing enormous and transparent and prodigious golden fruit, a fantastic pear which is still ripening, covered by the last rays of the setting sun. Now the basket is attached, the barometers are brought, the siren which we will blow to our hearts' content is also brought, although 2 trumpets, the eatables, the overcoats and raincoats, all the small articles that can go with a man in that flying basket. അപ്പോൾ വെൻ വി കം ഔട്ട് എഗെയിൻ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ബലൂൺ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ വളർച്ച, അതായത് അതിന് എത്രത്തോളം വലുതാവാൻ പറ്റും അത്രത്തോളം വളർന്ന് വലുതായി നിൽക്കുക, പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോയിങ് ആൻഡ് ഇനോർമസ് ആൻഡ് ട്രാൻസ്പെറന്റ്, അതിങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു, ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ദ പ്രൊഡീജിയസ് ഗോൾഡൻ ഫ്രൂട്ട്, എ ഫാന്റാസ്റ്റിക് പിയർ വിച്ച് ഇസ് സ്റ്റിൽ റൈപ്പനിങ്. അദ്ദേഹത്തിന് അത് കണ്ടപ്പം എന്താ തോന്നുന്നത്, ഇങ്ങനെ പഴുത്തു നിൽക്കുന്ന ഒരു പഴം പോലെ, പഴുത്തു നിൽക്കുന്ന ഒരു പഴത്തിൽ ഈവനിങ് സെറ്റിംഗ് റൈസ്, സണ്ണിന്റെ സെറ്റിംഗ് റൈസ് തട്ടുമ്പോൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ അത് കാണുക, അതുപോലെയാണ് അദ്ദേഹത്തിന് ആ ബലൂൺ കണ്ടപ്പം തോന്നിയത്. നൗ ദ ബാസ്കറ്റ് ഈസ് അറ്റാച്ച്ഡ്, ദ ബാരോമീറ്റേഴ്സ് ആർ ബ്രോട്ട്. അതുമേ കൊണ്ടുവന്ന് ആൾക്കാർക്ക് പോകാനുള്ള ആ ഒരു ബാസ്കറ്റ് അറ്റാച്ച് ചെയ്തു. അതിൽ 2 ബാരോമീറ്റേഴ്സ് കൊണ്ടുവന്ന് ഘടിപ്പിച്ചു. സൈറൺ മുഴങ്ങി. വെൻ വി വിൽ ബ്ലോ ഔട്ട് അവർ ഹാർട്ട്സ്, ഞങ്ങളുടെ മനസ്സൊക്കെ അതിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ആ ഒരു സൈറനൊക്കെ മുഴങ്ങി കഴിഞ്ഞില്ലേ. കണ്ടന്റ് ഈസ് ഓൾസോ ബ്രോട്ട്, ഓൾസോ 2 trumpets ആൻഡ് ഈറ്റബിൾസ്, ഓവർ കോട്ട്സ് ആൻഡ് റെയിൻ കോട്ട്സ്. അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ കഴിക്കാനുള്ളത്, പിന്നെ ഓവർ കോട്ട്, റെയിൻ കോട്ട് ഒക്കെ അതിൽ കൊണ്ടുവന്ന് വെച്ചു. ഓൾ ദ സ്മോൾ ആർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ഗോ വിത്ത് എ മെൻ ഇൻ ദ ഫ്ലൈയിങ് ബാസ്ക്കറ്റ്. ആ ഫ്ലൈയിങ് ബാസ്ക്കറ്റിൽ ഒരു ആൾക്കാർക്ക് കുറച്ച് നേരത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും അതിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്. Captain Tovis is now ready and calls all the passengers. Lieutenant Mallet jumps aboard, climbing first on the aerial net between the basket and the balloon, from which he will watch during the night the movements of Horla across the skies, as the officer on watch standing on starboard watches the course of a ship. Mr. Etrine Beer gets in after him, then comes Mr. Paul Besant, then Mr. Patrice Iris, then I get in last. ക്യാപ്റ്റൻ ചോവിസ് ഇസ് നൗ റെഡി. അങ്ങനെ ഏകദേശം ആ ബലൂൺ, ആ ഒരു പാരച്യൂട്ട് റെഡിയായി. ക്യാപ്റ്റൻ ചോവിസ് അതിലേക്ക് പോകാനുള്ള പാസഞ്ചേഴ്സിനെ എല്ലാവരും വിളിച്ചു. ലെഫ്റ്റനന്റ് മാലറ്റ് ജംപ്സ് എബ്രോഡ്. ഫസ്റ്റ് ലെഫ്റ്റനന്റ് മാലറ്റിനെ പെട്ടെന്ന് അതിലേക്ക് ചാടിക്കയറിയിട്ട് ബലൂണിന്റെ ആ ഒരു ബാസ്ക്കറ്റിന്റെയും ഇടയിലുള്ള നെറ്റിൽ കയറി ഇരുന്നു. ബാസ്ക്കറ്റ് ആൻഡ് ദ ബലൂൺ.
climbing first on the aerial net between the basket and balloon, from which he will watch during the night and the movements of Leh Horla across the skies. അദ്ദേഹം എന്തിനാ അവിടെ കയറിയിരുന്നത്? രാത്രി ഈ ലേ ഹോർലന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാൻ വേണ്ടി അദ്ദേഹം അവിടെ കയറിയിരുന്നു. As the officer on watch standing on the starboard watches the course of a ship, Mr. Etrin Beer gets in after him. അദ്ദേഹത്തിന് ശേഷം Etrin Beer കയറി. Then comes to Paul Busson, then Mr. Patrice Iris, then I get in last. അങ്ങനെ നമ്മളുടെ ഓതറും ലാസ്റ്റ് അതിലേക്ക് കയറിയിരുന്നു. നെക്സ്റ്റ്, but the basket is too heavy for the balloon considering the long trip to be taken, and Mr. Iris has to get out, not without great regret. Mr. Joliet, standing erect on the edge of the basket, begs the ladies in very gallant terms to stand aside a little, for he is afraid he might throw sand on their hats in rising. Then he commands, let it loose, and cut with one stroke of his knife the ropes that hold the balloon to the ground. He gives Leh Horla its liberty. But the basket is too heavy for the balloon. പക്ഷെ ഇത്രയും പേര് അതിലേക്ക് കയറിയിരുന്നപ്പോൾ ആ ബലൂൺ വഹിക്കുന്നതിനേക്കാളും ഭാരമായി അതില് ബാസ്ക്കറ്റില്. സോ എന്താ സംഭവിച്ചേ? കൺസിഡറിംഗ് ദ ലോങ് ട്രിപ്പ് ടു ബി ടേക്കൺ ആൻഡ് മിസ്റ്റർ ഐറിസ് ഹാസ് ടു ഗെറ്റ് ഔട്ട്. അതുകൊണ്ട് മിസ്റ്റർ ഐറിസിനെ അതൊന്ന് ഇറക്കി വിട്ടു. അദ്ദേഹത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോട്ട് വിത്തൗട്ട് ഗ്രേറ്റ് റിഗ്രറ്റ്. അദ്ദേഹം എതിർത്തൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടായി. Mr. Joliet, standing erect on the edge of the basket, begs the ladies in very gallant terms. Mr. Joliet എന്ത് ചെയ്തു? ആ ബാസ്ക്കറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ആ ഭാഗത്ത് വന്നിട്ട് എഡ്ജിൽ വന്ന് നിന്നിട്ട് അവിടെയുള്ള ലേഡീസിന്റെ അടുത്തൊക്കെ ഭയങ്കര ബഹുമാനത്തോടു കൂടി അവരോട് പറഞ്ഞു കുറച്ച് മാറി നിൽക്കാൻ. കാരണം for he is afraid he might throw sand on their hats in rising. മേ ബി ഈ ബലൂൺ പൊങ്ങുമ്പോൾ ചിലപ്പോൾ മണലുകളൊക്കെ അവരുടെ തലയിലോ കണ്ണിലോ ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും ഒന്ന് കുറച്ച് മാറി നിൽക്കാൻ ഭയങ്കര ബഹുമാനത്തോടു കൂടി അയാൾ പറഞ്ഞു. Then he commands, എന്നിട്ട് അയാൾ കമാൻഡ് ചെയ്തു, let it loose. എന്താണ്? ആ ബലൂണിന് ഒരു കയർ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് ലൂസ് ആക്കാൻ. And cutting with one stroke of his knife with ropes that hold the balloon to the ground. എന്നിട്ട് അദ്ദേഹം ഒരു കത്തി എടുത്തിട്ട് അതിന് കെട്ടിയിട്ട് ആ കയറ് ഒന്ന് അറുത്ത് വിട്ടു. Ropes that hold the balloon to the ground. He gives Leh Horla its liberty. ആ ലേ ഹോർലയ്ക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം കൊടുത്തു. Okay, liberty means സ്വാതന്ത്ര്യം. Got it? Next. In 1 second we fly skyward, nothing can be heard. We float, we rise, we fly, we glide. Our friends shout with glee and appalled, but we hardly hear them. We hardly see them. We are already so far, so high. What? Are we really leaving these people down there? Is it possible? Paris spread out beneath us, a dark bluish patch cut by its streets, from which rise here and there domes, towers, steeples. Then around it the plain, the country traversed by a long road, thin and white amidst green field of tender, or a dark green and woods almost black. അപ്പോൾ ഇൻ 1 second we fly sky. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അവർ ആ ബലൂണിന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ തന്നെ അത് മുകളിലേക്ക് അതിശക്തമായി മുകളിലേക്ക് പറന്നു. ഇൻ 1 second, ഒരു 1 second കൊണ്ട് ഞങ്ങൾ ഒരുപാട് ദൂരത്തേക്ക് പറന്നു പൊങ്ങിയിരുന്നു. നത്തിങ് ക്യാൻ ബി ഹിയർഡ്. ഞങ്ങൾക്ക് താഴെയുള്ളതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. വി ഫ്ലോട്ട്, ഞങ്ങൾ ഇങ്ങനെ ഒഴുകുകയായിരുന്നു. വി റൈസ്, ഞങ്ങൾ ഇങ്ങനെ പൊങ്ങുമായിരുന്നു. വി ഫ്ലൈ, ഞങ്ങൾ ഇങ്ങനെ പറക്കുകയായിരുന്നു. വി ഗ്ലൈഡ്. അവർ ഫ്രണ്ട്സ് ഷൗട്ട് വിത്ത് ഗ്ലീ ആൻഡ് അപ്പോൾഡ്. അവര് താഴെയുള്ളവർ സന്തോഷത്തോടു കൂടി ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ഇത് പൊങ്ങുന്നത് കണ്ടിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ഞങ്ങൾക്ക് അതൊന്നും കേൾക്കുന്നില്ല. ബട്ട് വി ഹാർഡ്ലി ഹിയർ ദം. ഞങ്ങൾക്ക് അത് കേൾക്കുന്നില്ല. വി ഹാർഡ്ലി സീ ദം. ഞങ്ങൾക്ക് അവരെ കാണുന്നില്ല. വി ആർ ഓൾറെഡി സോ ഫാർ. ഞങ്ങൾ കുറേ ഉയരത്തിലേക്ക് എത്തിയിരുന്നു. സോ ഹൈ. വാട്ട് ആർ വി റിയലി ലിവിങ് ദീസ് പീപ്പിൾ ഡൗൺ ദെയർ? ഞങ്ങൾ ശരിക്കും ആ താഴെയുള്ള ആൾക്കാരെ ഇട്ടിട്ട് ഞങ്ങൾ മുകളിലേക്ക് വന്നോ? ഇസ് ഇറ്റ് പോസിബിൾ? ഇത് സാധ്യമായ ഒരു കാര്യമാണോ? പാരിസ് സ്പ്രെഡ് ഔട്ട് ബെനീത്ത് us. ഞങ്ങൾ നോക്കുമ്പോൾ പാരീസ് ഞങ്ങളുടെ താഴെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഡാർക്ക് ബ്ലൂയിഷ് പാച്ച് കട്ട് ഇറ്റ്സ് സ്ട്രീറ്റ്സ്. അതിൽ സ്ട്രീറ്റ്സുകളും ഫ്രം വിച്ച് റൈസ് ഹിയർ ആൻഡ് ദെയർ ഡോംസ്, ടവേഴ്സ്. അതിൽ വലിയ വലിയ വീടുകൾ, ടവറുകൾ, സ്റ്റീപ്പിൾസ്. ആൻഡ് അറൌണ്ട് ദ പ്ലെയിൻസ് ഏരിയകൾ. ദ കൺട്രി സൈഡ് ട്രാവേഴ്സ്ഡ് ബൈ എ ലോങ് റോഡുകൾ എല്ലാം ഞങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണാം. തിൻ ആൻഡ് വൈറ്റ് ആമിഡ്സ് ഗ്രീൻ ഫീൽഡ് ഓഫ് ടെൻഡർ. പിന്നെ വയലുകൾ, ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് വുഡ്സ് ഓൾമോസ്റ്റ് ബ്ലാക്ക്. പിന്നെ കാടുകൾ, അതൊക്കെ ഞങ്ങൾക്ക് കറുപ്പ് കളറിലാണ് കാണുന്നത്. ഞങ്ങൾ അത്രയ്ക്ക് ഉയരത്തിലേക്ക് പൊങ്ങിപ്പോയി. Got it?
Next, the sun, which we could no longer see down below, now reappears. In fact, we can see whether we are rising or sinking only by throwing a cigarette paper out of the basket. Now and then, if this paper appears to fall down like a stone, it means that the balloon is rising. If it appears to shoot skyward, the balloon is descending. The two barometers marks about 500 meters, and we gaze with enthusiastic admiration at the earth we are living and to which we are not attached in any way. It looks like a colored map, an immense plan of the country. So the sun, which we could no longer see down below, now reappears. ഞങ്ങൾ താഴെ നിന്ന് നോക്കിയപ്പോൾ സൂര്യനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഞങ്ങൾ മുകളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ആരെ വീണ്ടും കാണാൻ പറ്റി? സൂര്യനെ വീണ്ടും കാണാൻ പറ്റി. In fact, we can see whether we are rising or sinking only by throwing a cigarette paper out of the basket now and then. ഇനി ഞങ്ങൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ബലൂൺ താഴോട്ടാണോ മുകളിലേക്കാണോ പോവെന്നറിയാൻ വേണ്ടിയിട്ട് അത് കയ്യിലുള്ള സിഗരറ്റ് പേപ്പേഴ്സ് ഇങ്ങനെ താഴോട്ട് ഇട്ട് നോക്കുമ്പോൾ അത് കല്ല് പോലെ ഒരു കല്ല് താഴോട്ട് ഇടുമ്പോൾ എത്ര സ്പീഡിൽ പോകുമോ അത്രത്തോളം സ്പീഡിൽ ആ സിഗരറ്റ് പേപ്പേഴ്സ് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുകളിലേക്ക് പോകുന്നുണ്ട് എന്നാണ് മീൻ ചെയ്യേണ്ടത്. ഇല്ല, ആ ഇടുന്ന പേപ്പേഴ്സ് മുകളിലേക്കാണ് പാറിപ്പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് യാത്ര ചെയ്യുന്ന ആ ബലൂൺ താഴോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രോവിങ് എ സിഗരറ്റ് പേപ്പേഴ്സ് ഔട്ട് ഇൻ ദ ബാസ്കറ്റ് നൗ ആൻഡ് ദെൻ ഇഫ് ദ പേപ്പർ അപ്പിയേഴ്സ് ടു ഫാൾ ഡൗൺ ലൈക്ക് എ സ്റ്റോൺ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബലൂൺ ഈസ് റൈസിംഗ്. ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ഷൂട്ട് skywards, the balloon is descending. Got it? The two parameters mark about 500 meters. രണ്ട് പാരാമീറ്റർ അതിന് ഉണ്ടായിരുന്നു. ആ രണ്ട് പാരാമീറ്ററിലും അവർ എത്ര ദൂരം പോയി എന്ന് കാണിക്കുന്നുണ്ട്? 500 meters ഹൈറ്റിലാണ് അവരുള്ളതെന്ന് കാണിച്ചു. And we gaze the enthusiastic admiration at the earth we are living and to which we are not attached anyway. It looks like a colored map, an immense plan of country. അവർ ആ 500 meter ഹൈറ്റിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ ഭൂമി എങ്ങനെയാണ്? ഒരു കളർ മാപ്പ് ഇങ്ങനെ വിരിച്ച പോലെ കാണപ്പെട്ടു. അത്രയ്ക്കും ഭംഗിയായിരുന്നു നമ്മളുടെ എർത്തിന് ആ സമയത്ത്. അത് ഭയങ്കരമായിട്ട് അവരെ ആകർഷിച്ചിരുന്നു. Got it? Next. All its noises, however, rise to our ears very distinctly, easily recognizable. We hear the sound of wheels rolling in the streets, the snap of a whip, the cries of drivers, the rolling and whistling of trains, and the laughter of small boys running after one another. Every time we pass over a village, the noise of children's voices is heard above the rest and with the greatest distinctness. For all its noises, however, rise to our ears very distinctly. എല്ലാവരുടെയും ശബ്ദം അതായത് ഇവർ 500 മീറ്റർ ഉയരത്തിലാണ്. ഇപ്പൊ അവർക്ക് താഴെ നടക്കുന്ന ഓരോരോ ശബ്ദത്തെയും വേർതിരിച്ച് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നു? വി ഹിയർ ദ സൗണ്ട് ഓഫ് ദ വീൽസ് റോളിംഗ് ഇൻ ദ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലൂടെ വണ്ടികൾ ഇങ്ങനെ പോകുന്ന അതിന്റെ വീല് കറങ്ങുന്ന ശബ്ദം കേൾക്കാം. ദ സ്നാപ്പ് ഓഫ് ദ വിപ്പ് എന്ന് ചാട്ടവാറടി ചാട്ട കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ശബ്ദം കേൾക്കാം. ദ ക്രൈസ് ഓഫ് ഡ്രൈവേഴ്സിന്റെ ഇങ്ങനെ ക്രൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ വിളിച്ച് പറയൂലോ ഓരോ സ്ഥലത്തിന്റെ നെയിംസ്, അത് ആ ഡ്രൈവേഴ്സിന്റെ ശബ്ദം കേൾക്കാം. ദ റോളിംഗ് ആൻഡ് വിസ്ലിംഗ് ഓഫ് ട്രെയിൻസ്, ട്രെയിൻ പോകുന്ന അതിന്റെ മൂളലും ഉരുളും കേൾക്കാം. ആൻഡ് ദ ലാഫ്റ്റർ ഓഫ് സ്മാൾ ബോയ്സ് റണ്ണിങ് ആഫ്റ്റർ വൺ അനദർ, പിന്നെ കുട്ടികൾ ഒന്നിനു പുറകെ ഒന്നിച്ച് ഓടുന്ന അല്ലെങ്കിൽ അവർ ആ കളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. എവറി ടൈം വി പാസ് ഓവർ എ വില്ലേജ് ദ നോയ്സ് ഓഫ് ചിൽഡ്രൻസ് വോയിസ് ഇസ് ഹിയർഡ് അബൌവ് ദ റെസ്റ്റ്. ഞങ്ങൾ ഓരോരോ ടൈമും ഓരോരോ വില്ലേജ് പാസ് ചെയ്യുമ്പോഴും ആ കുട്ടികൾ കളിക്കുന്ന ആ ശബ്ദം ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുന്നു. ആൻഡ് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റിങ്ക്ട്, അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അത് കേൾക്കാൻ കഴിയുമായിരുന്നു. നെക്സ്റ്റ്. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് അവർ ചാപ്റ്റർ. ബട്ട് ബിഫോർ ഗോയിങ് ടു വൈൻഡ് അപ്പ്, I give you a small assignment. Write down. What's that? Live TV report. Draft a live TV report of Horla's takeoff. Got it? Okay. Thank you. Assalamu alaikum.